എൻ്റെ ഊബർ വരും. എന്നിട്ട് ഞാൻ അഞ്ജലിയുടെ അടുത്ത് പോവാണ്. അഞ്ജലി ഇസ് മൈ. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഇതിന്റെ ഫ്രെയിമും സെറ്റ് ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ, എക്കോ അടിക്കും. ഓക്കെ. സോ അഞ്ജലി ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹൂ ഇസ് വിസിറ്റിംഗ് ഫോർ 10 days and I see her for like ഒരു 10 hours. അതിലൊരു മണിക്കൂർ ഇപ്പൊ അടുത്തൊരു അരമണിക്കൂർ സ്റ്റാർട്ടാവും. സോ അഞ്ജലി ഇപ്പോൾ ഒരു പാർലറിൽ മുടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ഹെയർ കട്ടും ഹെയർ കളർ പരിപാടിയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോവാണ്. മിക്കവാറും വ്ളോഗ് പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങാനും വ്ളോഗ് എടുത്താലെന്ന രീതിയിൽ ഞാനിത് പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ ചായ പിടിച്ചിട്ട് ഇറങ്ങട്ടെ. സോ ഐ വാസ് തിങ്കിങ്, അവള് പോയി കഴിഞ്ഞിട്ടാണ് ഈ ഷോർട്ട് ടോപ്പ് കുർത്ത സാധനം ഒരു ട്രെൻഡ് ആയത്. എല്ലാവരും അത് ഇടാൻ തുടങ്ങിയത്. അപ്പൊ അവളുടെ അടുത്ത് ഇല്ല. ഞാൻ ഇവിടെ ബൈ ഹാൻഡിൽ വന്നേക്കാം കേട്ടോ. നമുക്ക് നോക്കാൻ നല്ലത് കിട്ടുമെന്ന്. ഓക്കെ ഓക്കെ. This is a kaftan. She doesn't have a kaftan. I'm positive about it. So I like it. I also like it. This is a short kurta sana. This will be nice for her. Yeah, it'll be better for her. And then it'll be better. Okay, now back short kurta is try it. This looks so nice with the jeans. Yeah, it looks very nice with the jeans. കൊള്ളാം. അതാ കുറച്ച് ഇതല്ലേ എന്തോ സാധനം ഓഫ് ഉണ്ട്. എനിക്കത് സ്ലീവ് ഇഷ്ടമായി. ഈ സ്ലീവ്സ് ആണ് നല്ലതാ. ഇത് വെറുതെ ഇടുന്ന സമയത്ത് നല്ല രസമാണ്. പക്ഷെ നമ്മൾ ഇട്ടേണ്ട അത്ര ലുക്ക് ആയില്ല തോന്നുന്നല്ലേ. ദിസ് ഐ ലൈക്ക്. ഇതിന്റെ ഫിറ്റ് അല്ല. ഇത് എന്റെ സൈസാണ് ആക്ച്വലി. അപ്പൊ അതിലേക്ക് ഇതിന്റെ വേറെ സൈസ് എടുത്താണ്. ഇത് നല്ലതല്ലേ? കോപ്പറേറ്റ് അടിക്കും. ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്തും നന്ദന് ഞാൻ നേരത്തെ ഇട്ട് നോക്കിയതിന്റെ സ്മോളർ സൈസ് ഇട്ട് നോക്കിയതാണ്. സോ ദാറ്റ് അഞ്ജലി ആൻഡ് നന്ദ മൈറ്റ് ബി ഓഫ് എ മോർ കമ്പയറബിൾ സൈസ് ദാൻ. പക്ഷെ ദിസ് ഇസ് വെരി പ്രിറ്റി. ദിസ് ഇസ് വെരി വെരി പ്രിറ്റി. ബട്ട് ദെൻ ഐ എം ജസ്റ്റ് കണ്ടംപ്ലേറ്റിംഗ്. ഇത് എടുക്കണോ അതോ ബഡാസ്? ഇത് എന്തായാലും എടുക്കാനുള്ള കേട്ടാ, എന്തായാലും എടുക്കാനുള്ള. ദിസ് ഇസ് ലൈക്ക് സോ പ്രിറ്റി. ഓക്കെ, ഞാൻ ആലോചിക്കുകയാണ്. അത് ആക്ച്വലി ഞങ്ങളുടെ സ്കിൻ ടോൺ ആ ബ്രൗണ് കുറച്ച് കൂടുതൽ ചേരുക. ബിക്കോസ് ബ്രൗൺ ഗേൾസ് ആണ് ഞങ്ങൾ കുറച്ചും കൂടി. പക്ഷെ എപ്പോഴും ബ്ലൂ സ്റ്റഫ് ലുക്ക് സോ ഗുഡ് ആണ് ഹർ സ്കിൻ. കുറച്ചും കൂടി വിന്റർ സ്കിൻ ടോൺ എന്ന് അറിയില്ല, അങ്ങനെയാണ്. സോ ഐ എം ജസ്റ്റ് എൻ്റെ ഒരു തിങ്കിങ്ങിൽ അഞ്ജലിക്ക് ഇതായിരിക്കും ബെറ്റർ. സെയിം സാധനത്തിന്റെ ഇതാണ് ആ ബ്രൗൺ. ഞാൻ എടുത്തു. ഞങ്ങൾക്ക് വേണമെങ്കിൽ മാച്ച് തരാം. I just tried this one and I'm wearing this now. അപ്പോൾ ഇതാണ് അഞ്ജലിക്ക് എടുക്കണത്. ഇതിന്റെ ലാർജ് ഞാൻ Okay, bye. ഞങ്ങളിവിടെ ബെസ്റ്റ് ബേക്കേഴ്സിൽ വന്നതാണ് കേട്ടോ. അഞ്ജലിയുടെ അടുത്ത് തന്നപ്പോൾ അത് കഴിയാൻ ഇനി അഞ്ജലിയുടെ മുടി കളറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിയാൻ ഇനി 1.5 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ നടന്ന് വെണ്ണല ജംഗ്ഷനിലുള്ള ബെസ്റ്റ് ബേക്കേഴ്സിൽ എത്തിയേക്കുവാണ്. ആൻഡ് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ ക്രിസ്മസി ആയിട്ട് ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ സെറ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു ജ്യൂസ് പാർസൽ പറഞ്ഞു അഞ്ജലിക്ക്. ഞങ്ങളതൊക്കെ കഴിച്ചു. എന്തായാലും കഴിയാൻ കുറച്ചായിട്ട് നേരം എടുക്കും. അല്ല 5 വരെയും കുറച്ചായിട്ട് നേരം എടുക്കും. ആ ഉള്ളൊരു ലോജിക്കിൽ എന്താ
ഏതൊക്കെ ബ്ലൗസ് വേണം ഞങ്ങളുടെ ജയലക്ഷ്മിയിൽ വന്നതാ ഇങ്ങനെ ബ്ലൗസ് നോക്കാനായിട്ട്. അപ്പം അഞ്ജലി അയർലൻഡിൽ പോകുന്നതിന് മുന്നേ അവളുടെ ഓൾറെഡി ഉള്ള ഒരു സാരിക്കും സെറ്റിന് മാച്ച് ചെയ്തിട്ട് ഒരു ബ്ലൗസ് എടുത്തുകൊണ്ട് പോകാൻ. എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ ഇടാലോ, അവിടെ ചെന്ന് ഇനി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതിൽ ഞങ്ങൾ ജയലക്ഷ്മി വന്നിട്ട് എന്തൊരു സെലക്ഷനാണെന്നറിയും ഇവിടെ ഈ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ സെക്ഷനിലുള്ളത്. അപ്പം ഞങ്ങൾ നോക്കാം. പിന്നെ ഇവിടെ ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഫുൾ ഒരു സെക്ഷൻ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാ ഫുൾ അവിടെ ഫുള്ളിങ്ങനെ സെറ്റ് വെച്ചേക്കാം. പ്രത്യേക കാണാൻ. ഓക്കെ, ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പോവേണ്ട. എന്നിട്ട് ജയലക്ഷ്മിയിലെ എടാ എൻ്റെ വ്ളോഗിൽ വരും കേട്ടോ നീ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ആകെ 50 പേരെ കാണാറില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കൺസെന്റ് ഒന്നും ചോദിക്കാത്തത്. ആകെ 50 പേരെ. നിനക്ക് പരിചയമുള്ള ആരും കാണാൻ എന്തായാലും സാധ്യതയില്ല. ലക്ഷ്മിയിൽ ക്രിസ്മസ് പ്രമാണിച്ച് ഇവിടെ ഫുൾ സ്നോമാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് സെറ്റ് ചെയ്തേക്കുന്ന കാണാനൊക്കെ. ഞങ്ങളിവിടെ പന്തൽ അവൾ ഫ്രെയിമിൽ പെടാതിരിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് നീങ്ങി നടക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. എൻ്റെ അഞ്ജലി ദിസ് ഇസ് സോ ഇങ്ങനെയായിരുന്നു ഇവിടെ അയർലൻഡിൽ നിന്ന് വരേണ്ടത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അയർലൻഡിൽ നിന്ന് വന്നത് നേരെ ഇങ്ങനെയാ. കാരണം അയർലൻഡിൽ നിന്ന് വന്നപ്പോഴേക്കും എല്ലാവരും ആണെങ്കിൽ ഒരു വ്യത്യാസമില്ലല്ലോ, ഇങ്ങനെ തന്നെ ആളോട് പോയതെന്ന് പറയുമായിരുന്നു. ഇപ്പോഴാണ് ഒരു ഫോറിനർ ലുക്കായത്. എന്നാ മുടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ചേട്ടൻ തന്നെ പറഞ്ഞു കാണാൻ ഇപ്പൊ ഫോറിനർ ലുക്കായിരുന്നു. ഓക്കെ, ഹായ് ഗേൾസ്. ജുജോ ഫ്രെയിമിലോട്ട് വരാൻ റെഡി ആവുന്നുണ്ടോ? ഓ സൺകിസ്ഡ് ഒക്കെയാണോ? ഓക്കെ, ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ പന്തലിലാണ് വന്നിരിക്കുന്നത്. പന്തല് പല സ്ഥലത്തുണ്ട്. ഇതൊരു പന്തല, പിന്നെ ഡേവിഡോൾ പന്തലുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. എനിക്കിവിടെ പല സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ബാഗിനോട് ഭയങ്കര ന്യൂസൻസ്. ഓക്കെ, എനിക്കിവിടെ പല സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കിവിടെ എക്സ്ട്രാ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഓറഞ്ച് ജ്യൂസ്. ഇത് ഫ്രഷ്ലി സ്ക്വീസ്ഡ് ഓറഞ്ച് ജ്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു തരി വെള്ളമോ ഷുഗറോ ഇവരാടിട്ടില്ല ആണ്. അങ്ങനെ എവിടെ ചേട്ടൻ പറയുന്നത് ഭയങ്കര നല്ലതാണ്. ഞാൻ ആദ്യമായിട്ട് ഓർഡർ ചെയ്യാൻ പോയ സമയത്ത് ഒരു അടിപൊളി ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഓർഡർ പറഞ്ഞു ലെസ് ഷുഗർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതാ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രത്യേക ലുക്കോടുകൂടി പറഞ്ഞു ഇങ്ങനെ ഇവിടെ വെള്ളമോ ഷുഗറോ ആഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വന്ന് കുടിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് ഞാൻ ഇവരെ കൊണ്ടുവന്ന് കുടിപ്പിച്ച് ഇവര് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരാരും അങ്ങനെ ഞെട്ടിയില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ശരി, കുറച്ചേരം കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഇവിടുത്തെ രാമേശ് ഫുള്ളി നല്ലൊരു ക്രിസ്മസ് ഡെക്കറാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. TV ഷോ ആണ്, TV ഷോ ആണ് ഇത്, വ്ളോഗല്ല ആക്ച്വലി. ഇതാണല്ലേ വേ. ആ ഓക്കെ ഓക്കെ, പോയിക്കോ പോയിക്കോ. ഇതാണ് ഞങ്ങളുടെ കോളേജ്. അത്രയും പൈസ ഒന്നും ഇല്ലടാ. ലേഡീസ് ഹോസ്റ്റലിൽ വന്നു പറഞ്ഞത് എവിടെയാ? ഞങ്ങളെല്ലാവരും ഇവിടെ ആയിരുന്നു. എടാ രണ്ടുപേര് എടുത്തേ, അതെടുത്തേ, അടുത്ത മച്ചാൻ എടുത്തേ.
ഇതൊരു സ്ട്രോബെറി ഫ്ലേവേർഡ് പെപ്സിയാണ്. ഫുൾ എൻ്റെ ചുറ്റുമുള്ള 3 മുഖത്തിൽ നിന്ന് എനിക്ക് പുച്ഛം കാണാം. ഇപ്പം കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്, പക്ഷെ അണ്ടർസ്റ്റാൻഡ് പുച്ഛമാണ്. സോറി 3 അല്ല, ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത് 4. ഫോണിൽ കാണുമ്പോൾ നാല്. ശരി ഞാനും ബ്രെഡ് പറയാം. അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങുക ഇവിടെ നിന്ന്. അപ്പം നമ്മൾ ഇവിടെ ആരുമില്ലടാ. അപ്പം ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ ഫുള്ളായിരുന്നു. ഇവിടെ ലൈക്ക് ഇവിടെ മിനിമം 40 പേരുണ്ടായി ഇവിടെ. ഇപ്പം ഇവിടെ ആരുമില്ല. ബേസിക്കലി കഴിഞ്ഞു, ഫുൾ ക്ലോസ് ആയി. ഭയങ്കര നല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഇത് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇഫ് അറ്റ് ഓൾ യു ക്യാൻ കം ആൻഡ് ഹാവ് എ മീൽ ഹിയർ, പ്ലീസ് ഡു. ഇറ്റ്സ് ജസ്റ്റ് ടു ഗുഡ്. ഇവിടെ മെനു ഇവിടെ ഫുള്ള് കാണുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇറ്റ്സ് ജസ്റ്റ് ടു ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഒരു ഫുൾ എക്സ്പീരിയൻസാണ്. അവിടെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞത്. ഓക്കെ, ബട്ട് ദെൻ ഇറ്റ്സ് ജസ്റ്റ് ടു ഗുഡ്. വി ഹാഡ് ട്രഫിൾ ബീഫ് സാൻഡ്വിച്ച്, ബ്രിസ്ക്കറ്റ്, പോർക്ക് റിബ്സ്, പിന്നെ ഓരോ ഊബർ വിളിക്കില്ലേന്ന്. ഓക്കെ, ബേക്കൺ പൊട്ടറ്റോ സാലഡ്, ഫ്രൈസ്, പിന്നെ കുറേ ഡ്രിങ്ക്സ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, ഞങ്ങളിപ്പോൾ ആ കാർ പാർക്ക് ചെയ്തേക്കുന്നോടത്തോട്ട് പോവാം. മനസ്സിലായില്ലേ താര ഊബർ വിളിക്കില്ലതിൻ്റെ അർത്ഥം എന്താന്ന്, എന്നെ കൊണ്ടുപോകുന്നില്ലാന്ന്. അപ്പോൾ ഓക്കെ everybody, thanks for watching this video. Nobody else cares for an outro, but thank you so much for watching. And എടാ ഒരു ബായ് പറയടാ. ബൈ ബൈ. കുഴപ്പമില്ലടാ. ഓക്കെ, വെട്ടത്തെത്തി. ഞങ്ങൾ തിരിച്ച് കാർ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സഞ്ജിത്, ഹാപ്പി ബർത്ത്ഡേ ടു യു. huge cake. Okay, make a wish. Black.